Hello friends, I am Nisha from Nisha's Kitchen. Welcome to our channel. ഇന്ന് ഞാൻ നമ്മുടെ കിച്ചണിൽ ഉണ്ടാക്കാൻ പോകുന്നത് ട്യൂണ ഫിഷ് തോരൻ അഥവാ ട്യൂണ ഫിഷ് പീരയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ ഡിഷാണിത്. ഈ റെസിപ്പി ഇഷ്ടമായാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ ട്യൂണ ഫിഷിൻ്റെ ക്യാൻ 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരു ക്യാനിൽ 200 ഗ്രാമാണ്. അപ്പോൾ ടോട്ടൽ 600 ഗ്രാം. അരപ്പിലേക്ക് ആവശ്യമുള്ളത് തേങ്ങ ചുരണ്ടിയത് അരമുറി, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി, ചെറിയ ഉള്ളി അരിഞ്ഞത് 15 എണ്ണം, പച്ചമുളക് 3 എണ്ണം, കറിവേപ്പില 2 തണ്ട്, കുടംപുളി 2 ചുള. ഇത് നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം 4 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ അരമണിക്കൂർ സോക്ക് ചെയ്ത് വെക്കുക. വെളിച്ചെണ്ണ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്ക് പ്രിപ്പറേഷൻ നോക്കാം. ആദ്യമായിട്ട് ട്യൂണയുടെ ക്യാൻ ഇതുപോലെ ഓപ്പൺ ആക്കുക. അപ്പം നമുക്ക് കാണാം ഇതിൻ്റെ ഉള്ളിൽ കുറേ ഓയിലുണ്ടാവും. ഈ ഓയിൽ നമുക്ക് കറിയിലേക്ക് ആവശ്യമില്ല. അപ്പോൾ ഇത് മുഴുവനും നമുക്ക് ഓരോ ടിന്നും തുറന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഓയിൽ റിമൂവ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 3 ക്യാൻ ട്യൂണയും ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന എക്സസ് ഓയിൽ മൊത്തം റിമൂവ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു അരിപ്പ പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഓയിൽ മാറ്റിയെടുക്കുക. ഇനി അടുത്തായിട്ട് അരപ്പ് തയ്യാറാക്കാം. അരമുറി തേങ്ങയിലോട്ട് മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടുണ്ട്. ഒന്നുകിൽ അരകല്ലിലോ അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലോ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങ അരഞ്ഞു പോകാതെ ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതിയാവും. നമ്മൾ സാധാരണ മീൻ പീരയ്ക്കൊക്കെ അരപ്പ് തയ്യാറാക്കുന്ന പോലെ തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് പീര ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ ഓയിൽ റിമൂവ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്യൂണ ഫിഷ് ഇട്ട് കൊടുക്കാം. ഈ ട്യൂണ എന്ന് പറയുന്നത് നമുക്കറിയാം ചൂരമീനാണ്. ഇത് ക്യാനിൽ പ്രോസസ്സ് ചെയ്ത് വരുന്നതാണ്. നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇതിപ്പോൾ ധാരാളമായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുടംപുളി ചേർക്കാം. കുടംപുളി നമ്മൾ 4 ടേബിൾ സ്പൂൺ വെള്ളത്തിലാണ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ സോക്ക് ചെയ്ത 4 ടേബിൾ സ്പൂൺ വെള്ളത്തോടു കൂടി തന്നെ കുടംപുളി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക, കാരണം ട്യൂണയിൽ ഓൾറെഡി ഉപ്പ് കാണും. അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് ഇപ്പോൾ ചേർക്കുക. കുക്കിങ്ങിന് ശേഷം അവസാനം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഞാൻ ട്യൂണ പ്രത്യേകിച്ച് പൊടിച്ചെടുത്തിട്ടൊന്നുമില്ല. ക്യാനിൽ നിന്ന് എടുത്തതുപോലെ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. കാരണം ഇത് നല്ല സോഫ്റ്റാണ്. നമ്മൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇത് ആവശ്യത്തിന് പൊടിഞ്ഞു വന്നോളും. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ അരപ്പ് ഒതുക്കിയെടുത്ത മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ആ അരപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ടോട്ടൽ നമ്മൾ 6 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു. വെള്ളം ഇതിൽ കൂടുതലാവാൻ പാടില്ല. ഇനി നമുക്കിതിനെ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഹീറ്റിൽ ഒരു 6-7 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് മൂത്ത് അരപ്പും ട്യൂണയും കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യമേ ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ ഉലുവപ്പൊടി വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമുക്കിനി ഇതിനെ മൂടി വെക്കേണ്ട ആവശ്യമില്ല. ലോ ഹീറ്റിൽ ഒരു 5 മിനിറ്റും കൂടെ കുക്ക് ചെയ്യാം. ഇടവിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ട്യൂണ ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒട്ടും എക്സ്ട്രാ വെള്ളമില്ലാതെ അരപ്പൊക്കെ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനെ ലോ ഹീറ്റിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെയൊക്കെ നല്ലൊരു സ്മെല്ല് കറിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അടപ്പ് മാറ്റി നോക്കാം. നമ്മൾ അടപ്പ് മാറ്റുമ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ലൊരു കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെയൊക്കെ സ്മെല്ല് കിട്ടുന്നുണ്ട്.
നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ട്യൂണയുടെ ഉള്ളിലെ വലിയ പീസൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഉപ്പ് നോക്കുക, ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉപ്പുനീര് തളിച്ചു കൊടുക്കാം. നമ്മുടെ ട്യൂണ ഫിഷ് തോരൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ ട്യൂണ ഫിഷ് പീരയുടെ റെസിപ്പി നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. നമുക്ക് മീൻ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുള്ള സമയത്ത് ട്യൂണ ഫിഷ് ഉണ്ടെങ്കിൽ ഇതുപോലെ നല്ലൊരു പീര വെച്ച് നോക്കാം. ഇത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.